നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വായിക്കൊരു രുചിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വായുടെ രുചി അനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. എന്നിപ്പം തൊട്ടടുത്ത ഹോട്ടലിൽ പോയി ചോറുണ്ടാവുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ മൂടില്ല. എന്നാ MT ബിരിയാണി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഈ ഇറച്ചിയില്ലാത്ത ബിരിയാണി, അത് കഴിക്കാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓവർ മസാല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്നാ ഇതിനകത്ത് ഈ ഇടതുവശത്തിരിക്കുന്നത് തക്കാളിയുടെ അച്ചാറാണ്. അത്ര മേന്മയുള്ളതെന്നറിയാം, പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇത് വന്നിട്ട് ഇതെൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ്. അതായത് നാരങ്ങ നീര്, വെളുത്തുള്ളി, പച്ച വെളുത്തുള്ളി ചതച്ചിട്ടത്, ഉപ്പ്, ഈ 3 ഐറ്റമാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഇത് ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് നമ്മളുടെ വായിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വായിലുള്ള എല്ലാ രസമുകുളങ്ങളും തുറന്നു വരും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് വടക്കേന്ത്യൻ പൊറോട്ടയാണ്. വടക്കേന്ത്യൻ പൊറോട്ടയൊക്കെ നല്ല കഴിക്കുന്നൊരു സ്റ്റൈലാണ്. ഞാൻ സാധാരണ കഴിക്കുമ്പം കട്ടിലയിലിരുന്നാണ് ഞാൻ കഴിക്കാറ്, എൻ്റെ ശീലം അങ്ങനെയാണ്. അതായത് ഇത് ഒത്തിരി ഒന്നും മുക്കരുത്, മുളക് പൊടിയൊക്കെ ശകലമേ ഉള്ളൂ കേട്ടോ ഒരു പേരിന്. ഇത് ഒരു ഇത്രയും മതി കേട്ടോ. ഇത്രയും മുക്കി ഇത് വായി വെക്കുന്ന ഉടനെ നമ്മളുടെ വായിക്കകത്തുള്ള എല്ലാ ഗ്രന്ഥികളും തുറന്നു വരും. തുറന്നു വരണം. നിങ്ങൾ കഴിച്ചു നോക്കുക. ആരെങ്കിലും വേണേൽ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കൂ. നമ്മൾ പാവങ്ങളുടെ ഭക്ഷണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ദാരിദ്ര്യമൊക്കെ ഉണ്ടാ, നിങ്ങൾ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയൊന്നും വേണ്ട. നമുക്കിപ്പോൾ കോഴി ബിരിയാണി, ചിക്കൻ ബിരിയാണിയും അല്ലെങ്കിൽ മട്ടൻ ബിരിയാണിയൊക്കെ എപ്പോഴും കഴിക്കാൻ പറ്റുമോ? ഒന്നുമില്ല, നിവർത്തിയില്ലാഞ്ഞിട്ടാ.